ഞാൻ ചോദിക്കട്ടെ, വൈദ്യശാസ്ത്രത്തിന്റെ മിടുക്കിലാണെങ്കിൽ ഈ 10 വർഷം എന്റെ കുട്ടി ഉണ്ടാകാഞ്ഞത് എന്തേ ഇടമനക്കാവിൽ വന്നപ്പോ അവിടെ പോസിറ്റീവായി? ചിന്തിക്കൂ, അതാ ഭഗവാൻ. 7 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. ഒരു പ്രദോഷം കഴിഞ്ഞതോടുകൂടി കുഞ്ഞുണ്ടായി. ഇപ്പൊ 5 മാസമായി. അർദ്ധനാരീശ്വരനെ ഒരിക്കലും ആരും കൈവിടരുത്. എല്ലാവർക്കും നല്ലത് മാത്രമേ വരത്തുള്ളൂ. എന്റെ മക്കൾക്ക് കുഞ്ഞിക്കാലം ഉണ്ടാകുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയാ, മുത്തശ്ശിനുമാകാൻ പോകുന്നത്. അവരുടെ കണ്ണുകളേക്കാൾ നിറയുന്നത് ഇവരുടെ കണ്ണുകളായിരിക്കും. എനിക്കറിയാതെ എൻ്റെ മകനെ UK പഠിക്കാൻ പോയിട്ട് 2 വർഷം കൊണ്ട് ജോലിക്കെല്ലാം അപേക്ഷിച്ച് എല്ലാം റിജക്ഷൻ ആയിരുന്നു. 5 പ്രദോഷം കഴിഞ്ഞപ്പോൾ മോന് ജോലിയായി. ശങ്കരായ 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 നമ്മുടെ ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഭാഗമായിട്ടുള്ള ഏനാത്തിനോട് അടുത്താണ്. പത്തനാപുരം താലൂക്കിലാണ്, പട്ടാഴി വില്ലേജിലുമാണ്. പത്തനാപുരത്തിൻ്റെയും കൊല്ലം ജില്ലയുടെയും ബോർഡറായിട്ട് വരുന്ന ഏനാത്ത് നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അവരുടെ സന്തോഷ വാർത്ത ഇവിടെ വന്ന് പറഞ്ഞോ. 1, 2, 3, 4, 5, 6, 7, 8, 9 വർഷമല്ല, 10ാമത്തെ വർഷം. ഞാൻ ചോദിക്കട്ടെ, വൈദ്യശാസ്ത്രത്തിന്റെ മിടുക്കിലാണെങ്കിൽ ഈ 10 വർഷം എന്റെ കുട്ടി ഉണ്ടാകാഞ്ഞത്? ചിന്തിക്കൂ, 10 വർഷം എന്റെ കുട്ടി ഉണ്ടാകാഞ്ഞത് എന്തേ ഇടമനക്കാവിൽ വന്നപ്പോ അവിടെ പോസിറ്റീവായി? ചിന്തിക്കൂ, അതാ ഭഗവാൻ. 2 കാര്യങ്ങൾക്കാണ് വന്നത്. 2 കാര്യങ്ങൾ. 1 മകളുടെ ജോലി, 2 അവളുടെ തന്നെ സന്താന ഭാഗ്യം. ഇത് 2ഉം ആഗ്രഹം ഉണ്ടെങ്കിലും ഈ 2നും വേണ്ടിയാ പൂജ കഴിച്ചെങ്കിലും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ സന്താനം തന്നെയായിരുന്നു. പക്ഷേ തീരുമാനം ആരുടെയേ നടക്കത്തുള്ളൂ? നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? ഒന്നും ഞാൻ വിചാരിച്ചാൽ നടക്കത്തില്ല, നിങ്ങൾ വിചാരിച്ചാൽ നടക്കത്തില്ല. ഭഗവാൻ വിചാരിച്ചതേ നടക്കത്തുള്ളൂ. ഒരുപാട് കാത്തിരുന്നൊരു കുഞ്ഞുണ്ടാകുമ്പോൾ പെട്ടെന്ന് കിട്ടിയവർക്ക് അതിൻ്റെ അനുഭൂതി ഉണ്ടാകത്തില്ല. കാത്തിരുന്നൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവരെല്ലാം മറക്കും. 15ാമത്തെ പ്രദോഷമായപ്പോൾ എൻ്റെ മകൾക്ക് വിശേഷം ഉണ്ടാകുന്നു മകൾ പറയുകയും അതിന് 5ാമത്തെ പ്രദോഷം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടുകയും ചെയ്തു. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി നിന്നാണ് വരുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 11-ാം തീയതി രാവിലെ റിസൾട്ട് 5:55 കാണുന്നുണ്ട്. 2 മക്കൾ പാസ്സായിട്ട്. അത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അനുജൻ 5 വർഷമായിട്ട് 8 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് തോറ്റു പോയതാണ്. അതിൽ 9ാമത്തെ പ്രാവശ്യമാണ് അവൻ ആ പരീക്ഷയിൽ വിജയിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവന് ജോലിയും കിട്ടി. അസിസ്റ്റൻ്റ് അക്കൗണ്ടായിട്ട് ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവൻ്റെ പൈസ കൊണ്ട് തന്നെ ഇവിടെ ഭഗവാന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സന്തോഷം. എനിക്ക് നടക്കാൻ ഒട്ടും വയ്യായിരുന്നു. ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപേ എൻ്റെ കാലിൽ വലിയ നീരായിരുന്നു. ആ നീര് മാറിക്കിട്ടി. ഇളയാളുടെ വിവാഹം 31 വയസ്സ് കഴിഞ്ഞിട്ട് നടന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ 4ാമത്തെ പ്രദോഷമാണ്. 3ാമത്തെ പ്രദോഷമായപ്പോൾ കൊച്ചിൻ്റെ വിവാഹം ഉറപ്പിച്ചു. അതുവരെ എത്ര അടുത്ത് പോയിട്ടും എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഉറച്ചത്. എൻ്റെ മരുമകളുടെ ഒരു ആവശ്യത്തിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. 7 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ലായിരുന്നു. 7 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ലാസ്റ്റിൽ ഇവിടെ വന്നത്. തിരുമേനിയുടെ ആഗ്രഹപ്രകാരം എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അത് അനുസരിച്ച എല്ലാ കാര്യങ്ങളും നേർച്ചയെല്ലാം ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് പോയി. ഒരു പ്രദോഷം കഴിഞ്ഞതോടുകൂടി കുഞ്ഞുണ്ടായി. ഇപ്പോൾ 5 മാസമായി. ആ ഒരു സന്തോഷം ഇവിടെ എല്ലാവരോടും പറയുകയാണ്. അർദ്ധനാരീശ്വരനെ ഒരിക്കലും ആരും കൈവിടരുത്. എല്ലാവർക്കും നല്ലത് മാത്രമേ വരത്തുള്ളൂ. എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇവിടെ വന്ന് തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പോയി. ആദ്യത്തെ പ്രാവശ്യം തന്നെ എൻ്റെ കുഞ്ഞുണ്ടായി. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇനി ഇവിടെ കൈവിടത്തില്ല. മരണം വരെ ഇവിടെ വന്നിരിക്കും. എൻ്റെ മകനെ UK പഠിക്കാൻ പോയിട്ട് 2 വർഷം കൊണ്ട് ജോലിക്കെല്ലാം അപേക്ഷിച്ച് എല്ലാം റിജക്ഷൻ ആയിരുന്നു. 5 പ്രദോഷം കഴിഞ്ഞപ്പോൾ മോന് ജോലിയായി. അവർ ഇന്നത്തെ ഡേറ്റ് രാവിലെ 8 മണിക്ക് അവൻ ഇവിടെ ജോയിൻ ചെയ്തു. ഓം ഹ്രീ നമഃ ശിവായ. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളെ കൈവിടയില്ല എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. ഓം ഹ്രീ നമഃ ശിവായ. ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടു കൂടി നമ്മൾ ഭഗവാനെ ഭജിച്ചോ റിസൾട്ട് ഉണ്ടായിരിക്കും. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വലിയ തിരക്ക് കൂടുതലാണ്. വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ട്രെയിൻ വഴി വരികയാണെങ്കിൽ ചെങ്ങന്നൂർ ഇറങ്ങുന്നതായിരിക്കും സൗകര്യം. അവിടെ നിന്നും നമുക്ക് KSRTC സ്റ്റാൻഡിലെത്തുകയും അവിടെ നിന്നും കൊട്ടാരക്കര തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് ഏനാത്തെന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിച്ചേരാൻ കഴിയും. അവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ നമ്മൾ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രമായി
അപ്പോൾ ട്രെയിനല്ലാതെ ബസ്സിൽ വരികയാണെങ്കിലും വടക്കൻ ജില്ലകളിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഈവൻ കർണാടകത്തു നിന്ന് പോലും നേരിട്ട് ബസ്സുകൾ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോട്ടയം ആ വഴി നമ്മൾ പന്തളം വഴി ചെങ്ങന്നൂർ വഴി വന്നിട്ട് ഏനാത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ ഈ 2.5 കിലോമീറ്റർ നമ്മൾ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ ഇടമനക്കാവ് ക്ഷേത്രം ആകും. തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇപ്പോൾ കന്യാകുമാരി ആ ഭാഗത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് തിരുവനന്തപുരം തമ്പാനൂർ ഇറങ്ങുക, തമ്പാനൂരിൽ നിന്നും കൊട്ടാരക്കര വഴി കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറുക, എന്നിട്ട് നമ്മൾ ഏനാത്ത് ജംഗ്ഷനിൽ ഇറങ്ങുക. ഏനാത്ത് എല്ലാ ബസ്സുകളും ഏനാത്ത് ജംഗ്ഷനിൽ നിർത്തും. അവിടെ നിന്നും 2.5 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രമായി. ആര്യങ്കാവ് പുനലൂർ ചെങ്കോട്ട ആ ഭാഗത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് നേരിട്ട് തന്നെ കൊട്ടാരക്കരയ്ക്ക് എപ്പോഴും ബസ്സുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും മൈലം വഴി പട്ടാഴി ബസ്സിൽ കയറുക, 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് പട്ടാഴി ആറാട്ടുപുഴ ജംഗ്ഷനിൽ ഇറങ്ങണം എന്ന് പറയുക. 2 മിനിറ്റത്തെ നടത്ത പോലുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജംഗ്ഷനോട് ചേർന്ന് തന്നെ നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കരുനാഗപ്പള്ളി ചവറ ഈ ഭാഗത്തുനിന്ന് ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. അവർക്ക് പുത്തൂർ വഴി കൊട്ടാരക്കരയ്ക്ക് വരുന്ന ബസ്സിൽ കയറുക. കൊട്ടാരക്കര ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ പറഞ്ഞ മാതിരി മൈലം വഴി പട്ടാഴി ബസ്സുണ്ട്. ആ ബസ്സിൽ ആറാട്ടുപുഴ ജംഗ്ഷനിലേക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്.